ഹായ് എവരി വൺ, വെൽക്കം ടു ഷീബാസ് ജേണൽ. ഞാൻ ഇന്നിവിടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നമ്മുടെ കൊച്ചുമക്കൾക്ക് 6 മാസം മുതൽ പ്രായമായ കുട്ടികൾക്ക് ബ്രസ്റ്റ് ഫീഡിങ്ങിനൊപ്പം കൊടുക്കാൻ പറ്റാവുന്ന ഒരു കട്ടി ആഹാരം എങ്ങനെയാണ് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുക, പ്രത്യേകിച്ച് ധാന്യപ്പൊടികളെല്ലാം ചേർത്ത് വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നത്. കൂടുതലും വിദേശത്തായിരിക്കുന്ന മക്കൾക്കൊക്കെ ഇത് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. പലരും ചോദിക്കാറുണ്ട്, ഞാനിപ്പോൾ ഒരു ഗ്രാൻഡ്മയാണ്, അപ്പോൾ എൻ്റെ കൊച്ചുമകൾക്ക് കൊടുക്കുന്ന ഫുഡിനെ പറ്റി ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് മറ്റുള്ളവർക്കും ഒരു ഉപകാരപ്പെടുമല്ലോ എന്ന് കരുതിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. നിങ്ങൾ ഇനിയും ഷീബാസ് ജേണൽ എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഞാനിട്ടിരിക്കുന്ന മറ്റ് വീഡിയോകളും ഷോർട്സൊക്കെ കാണണം, ലൈക്കും കമൻറ്റും ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിവിടെ കുറച്ച് നട്ട്സ് വറുത്ത് വച്ചിട്ടുണ്ട്. പൊട്ടുകടല, പിസ്ത, കപ്പലണ്ടി, വാൾനട്ട്, ബേസിൽ നട്ട്, ഇത് 2 വയസ്സിന് ശേഷം ഉപയോഗിക്കുക. മക്കാന, അതായത് താമരവിത്ത്, അരി, ബദാം, കാഷ്യൂ നട്ട്, കുറച്ച് അവല് കൂടി എടുത്തിട്ടുണ്ട്. ഇവയെല്ലാം വറുത്ത് മാറ്റി വയ്ക്കുക. ഒരു മിക്സിയുടെ ജാറിലേക്ക് അല്പമായിട്ട് നന്നായി പൊടിച്ചെടുത്ത് നൈസ് പൊടിയായി അരിച്ചെടുക്കുക. നട്ട്സിൻ്റെ എണ്ണയൊക്കെ ഉള്ളതുകൊണ്ട് അരിച്ചെടുക്കാൻ അല്പം ബുദ്ധിമുട്ടായിരിക്കും, എങ്കിലും നന്നായി അരിച്ചെടുക്കുക. അവ കുപ്പികളിലാക്കി സൂക്ഷിക്കാവുന്നതാണ്. ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ഏറെ നാളിരിക്കും. ഇനി നമുക്ക് കുറുക്ക് ഉണ്ടാക്കി നോക്കാം. ഒരു പാത്രത്തിൽ വെള്ളം വച്ച് അതിലേക്ക് റാഗി പൊടിയും കണ്ണങ്കായ ഉണക്കി പൊടിച്ച പൊടി, അത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിരുന്നു, ആ പൊടിയും 1 ടീസ്പൂൺ വീതം ചേർക്കും. ആരോ റൂട്ട് അതിൻ്റെ പൗഡർ 1/2 ടീസ്പൂൺ, അതും കൂടി ചേർത്ത് നമ്മളിപ്പോൾ പൊടിച്ച നട്ട്സിൻ്റെ ആ മിക്സ്, അത് ചെറിയ ടീസ്പൂൺ 1-2 ആവശ്യത്തിന് ചേർക്കാം. അതുപോലെ ഇപ്പോൾ ചേർത്തത് നമ്മൾ മുന്തിരിയും ഈന്തപ്പഴവും കൂടി കുതിർത്ത് മിക്സിയിലടിച്ച് വെച്ചതാണ്, ആ പേസ്റ്റാണ്. കുട്ടികൾക്ക് മധുരത്തിന് അത് വളരെ നല്ലതാണ്. കൂടുതൽ മധുരം വേണ്ടവർക്ക് ശർക്കര കൂടി ചേർക്കാം. ഇവയെല്ലാം ഇട്ട് നന്നായി കുറുക്കുക. ഇതിലേക്ക് അല്പം പാൽ കൂടി ചേർക്കാം. ഇവിടെ കുട്ടികളുടെ ഏജിനനുസരിച്ചുള്ള പാൽപ്പൊടി ലഭിക്കും. ഗോട്ട് മിൽക്കും കൗ മിൽക്കും ലഭിക്കും. മിൽക്ക് പൗഡർ അല്പം വെള്ളത്തിൽ കലക്കി ചേർത്തിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾക്കുള്ള സ്വാദിഷ്ടമായ ഭക്ഷണം റെഡി ആയിട്ടുണ്ട്. ഇത് 2 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ഇത്തരം ഭക്ഷണം കൊടുക്കുന്നത്. ബേസിൽ നട്ട് ചേർത്തിട്ട് പൊടിച്ചു വച്ചിരിക്കുന്നത് 2 വയസ്സിന് ശേഷമുള്ള കുട്ടികൾക്കാണ് കൊടുക്കുന്നത്. ബേസിൽ നട്ട് അതിൻ്റെ വീഡിയോ ഞാൻ മുൻപ് ഒന്ന് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ ചക്കക്കുരു പോലെയുണ്ട് അല്ലേ. ഇവിടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്ന ഭക്ഷണം റെഡി ആയിട്ടുണ്ട്. സ്വാദിഷ്ടമായൊരു ഭക്ഷണമാണിത്. ചൂടാറിയതിന് ശേഷം കുഞ്ഞുങ്ങൾക്ക് നൽകാം. ഇവിടെ 6 മാസം മുതൽ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റാവുന്ന ഈ കട്ടിയാഹാരം പാക്കറ്റുകളിൽ കിട്ടും വിദേശത്തൊക്കെ. നമുക്ക് യാത്രയൊക്കെ പോകുമ്പോൾ അത് കൊണ്ടുപോകാനായിട്ട് വളരെ സൗകര്യമാണ്. അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ അടുത്തത് ഇടുന്നതാണ്. അപ്പോൾ ഇനിയും എല്ലാവരും വീഡിയോസ് കാണണം, കൂടുതൽ പേര് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും കമൻറ്റും ചെയ്യണം. ഓക്കെ, താങ്ക് യു.